വിഘ്നേശ്വരനാണ് ഗണപതി. ഏതൊരു കർമ്മങ്ങളും ആദ്യം തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഒഴിവാക്കാനും കാര്യം ഭംഗിയായി നടക്കാനും ഗണപതിയെ പ്രസാദിപ്പിക്കണം. അതിനാൽ ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം. സന്തോഷവും ഐശ്വര്യവും സമാധാനവുമാണ് ലക്ഷ്യമെങ്കിൽ വെളുത്ത ഗണപതി വിഗ്രഹം വേണം വീട്ടിൽ വയ്ക്കേണ്ടത്. വ്യക്തിപരമായ ഉയർച്ചയാണ് ലക്ഷ്യമെങ്കിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ ഗണപതിയുടെ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം ഗണേശ വിഗ്രഹമാണ് ജോലിസ്ഥലത്ത് ഏറെ നല്ലത്. വീടിന്റെ പ്രധാന കവാടത്തിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വയ്ക്കുന്നത് വീട്ടിലേക്ക് ദോഷകരമായൊന്നും പ്രവേശിക്കാതെ ഗണേശന്റെ ദൃഷ്ടി ഉണ്ടാകാൻ വേണ്ടിയാണ്. സ്വീകരണ മുറിയിലെ അലമാരകളിൽ വയ്ക്കുന്ന വിഗ്രഹം 1 ഇഞ്ച് അകത്തി വയ്ക്കാൻ ശ്രദ്ധിക്കണം. സാധനങ്ങൾ ഒന്നും വിഗ്രഹത്തിനടുത്ത് പാടില്ല. പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം മാത്രം വയ്ക്കുക. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വിഗ്രഹം വയ്ക്കുകയാണെങ്കിൽ 2 എണ്ണം ആയിട്ട് വയ്ക്കാം. ഒന്ന് കവാടത്തിലേക്ക് തിരിച്ചും മറ്റൊന്ന് എതിർദിശയിലേക്ക് തിരിച്ചും വയ്ക്കണം. വീടിന്റെ മറ്റേതെങ്കിലും മുറിയിലേക്ക് ഗണേശ വിഗ്രഹത്തിന്റെ പുറകുവശം വരുന്നത് വിശ്വാസം. ദിശയിൽ വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാസ്ഥ്യം ബന്ധപ്പെട്ടതാണെന്നാണ് വിശ്വാസം. നിത്യേനയുള്ള ജീവിതത്തിൽ ഗണപതി